Misrepresentation. So next we shall discuss about misrepresentation. Section 14 of the Indian Contract Act deals with free consent. So according to section 14 of the Indian Contract Act, consent is said to be free if it is not obtained by coercion, undue influence, then fraud, misrepresentation or mistake. മിസ്റെപ്രസെൻറ്റേഷൻ അതിൻ്റെ അകത്ത് ഈ കൺസെൻറ്റ് ഫ്രീ അല്ലാത്ത സാഹചര്യങ്ങളിൽ വരുന്ന ഒരു കണ്ടീഷനാണ്. ഇഫ് ദി കൺസെൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മിസ്റെപ്രസെൻറ്റേഷൻ ദി കൺസെൻറ്റ് ഈസ് നോട്ട് ഫ്രീ. ഇഫ് ദി കൺസെൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ coercion the consent is not free. Fraud, consent is not free. Misrepresentation അവിടെ എന്താ, ഇവിടെ ഒരു ഇന്നസെൻ്റ് ആയിട്ട് വരുന്ന ഒരു മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട്സ് ആണ്. ഇവിടെ ഇന്നസെൻ്റ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്, അപ്പം ഇൻറ്റൻഷണൽ അല്ല, ഇന്നസെൻ്റ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് വിച്ച് ആർ മെറ്റീരിയൽ ഫോർ ദി കോൺട്രാക്ട്. കോൺട്രാക്റ്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് അറിയാതെ തെറ്റായിട്ട് അവതരിപ്പിക്കുന്നു. അവിടെ അൺഇൻറ്റൻഷണലാണ്. അൺഇൻറ്റൻഷണലായിട്ട് ഒരു മിസ്സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായി, ബട്ട് ദാറ്റ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അൺഇൻറ്റൻഷണൽ, ഇന്നസെൻ്റ് ആയിട്ടാണ്. അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മിസ്റെപ്രസെൻറ്റേഷൻ. ഇൻറ്റൻഷനലായിട്ടല്ല, അറിഞ്ഞുകൊണ്ടല്ല. ഇപ്പോൾ ഒരു ഇൻറ്റൻഷണൽ മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട്സ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ലീഡ്സ് ടു ഫ്രോഡ്. ഫ്രോഡ് ഈസ് intentional misrepresentation of facts. Then unintentional misstatement അല്ലെങ്കിൽ അൺഇൻറ്റൻഷണൽ മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട് എന്തായിട്ടാണ് വരുന്നത്, അതാണ് മിസ്റെപ്രസെൻറ്റേഷൻ ആയിട്ട് വരുന്നത്. ഇനി എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ. ഒരു മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ലീഗൽ ആയിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണ്, ഇത് സെക്ഷൻ 18 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, മിസ്റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ബി ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ്. മിസ്റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ബി ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ്. എഗ്രിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം തെറ്റായിട്ട് അവതരിപ്പിക്കുന്നത്. മെറ്റീരിയൽ ഫാക്ട്സ് ആയിരിക്കും, ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആയിരിക്കണം മിസ്റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ അവിടെ ഒരു മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ടാകുന്നുള്ളൂ. The misrepresentation must be of material facts. The misrepresentation must be false, but person making it honestly believed to be true. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? The misrepresentation must be false. ഇവിടെ ആ റെപ്രസെൻറ്റേഷൻ തെറ്റായിരിക്കണം, പക്ഷേ the person who making it honestly believed to be true. ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ നടത്തുന്നയാൾ അത് കറക്റ്റാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടായിരിക്കണം അത് നടത്തുന്നത്. ഇനി കറക്റ്റ് അല്ല എന്ന് ആൾക്കറിയാമെങ്കിൽ അവിടെ ആ ഒരു എന്താ അൺഇൻറ്റൻഷണൽ എന്നുള്ള ആ എഫക്റ്റ് മാറി ഇൻറ്റൻഷണലായിട്ട് പോകുന്നു. ഒരു ഫാക്റ്റ്, ഒരു മെറ്റീരിയൽ ഫാക്റ്റ് ഒരാൾ തെറ്റായിട്ട് അവതരിപ്പിക്കുന്നു. പക്ഷെ തെറ്റായിട്ട് അവതരിപ്പിക്കുന്നയാൾ വിശ്വസിക്കുന്നത് എന്താ, ആ കാര്യം ശരിയാണ്. അവിടെ ശരിയാണ് എന്നുള്ള ഉത്തമ വിശ്വാസത്തിലായിരിക്കും ഒരു ഫാക്റ്റ് ഒരാൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതെന്താ, ആക്ച്വലി അത് തെറ്റാണ് എങ്കിൽ അത് മിസ്റെപ്രസെൻറ്റേഷൻ ആയിട്ട് മാറുന്നു. ദെൻ മിസ്റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ഇൻഡ്യൂസ് ദി അതർ പാർട്ടി ടു എൻ്റർ ഇൻടു എ കോൺട്രാക്ട്. ഇങ്ങനെ ഒരു മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ദാറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട് മസ്റ്റ് ഇൻഡ്യൂസ് ദി അതർ പാർട്ടി ടു എൻ്റർ ഇൻടു എ കോൺട്രാക്ട്. ഒരു കാര്യം തെറ്റായിട്ട് അവതരിപ്പിച്ചു, ആ തെറ്റായിട്ട് അവതരിപ്പിച്ചത് കൊണ്ടാണ് അതർ പാർട്ടി എൻ്റേർഡ് ഇൻടു ദി കോൺട്രാക്ട്, എങ്കിലേ മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ടാകുന്നുള്ളൂ. ദെൻ it should be made before the conclusion of the contract with a view to inducing the other party to enter into a contract. മിസ്റെപ്രസെൻറ്റേഷൻ എന്താ, ഈ കോൺട്രാക്ട് അത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ്, കോൺട്രാക്ട് ഫൈനലി ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതിന് മുമ്പ് വേണം ഈ ഒരു മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ടാകാനായിട്ട്. അപ്പോൾ ആ മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ദി അതർ പാർട്ടി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ദെൻ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, it must be made without any intention to cheat the other party. In case of misrepresentation, there is a misstatement or misrepresentation of fact made without any intention to cheat the other party.
മറ്റൊരാളെ കബളിപ്പിക്കണമെന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയല്ല. അങ്ങനെ കബളിപ്പിക്കണമെന്ന് താല്പര്യം വന്നു കഴിഞ്ഞാൽ അത് മിസ്റെപ്രസെൻറ്റേഷൻ അല്ല, അത് ഫ്രോഡായിട്ട് മാറുന്നു. സോ ദി മിസ്റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ബി മെയ്ഡ് വിതൗട്ട് എനി ഇൻറ്റൻഷൻ ടു ഡിസീവ് ദി അതർ പാർട്ടി ഓർ ചീറ്റ് ദി അതർ പാർട്ടി. ദെൻ ഇറ്റ് നീഡ് നോട്ട് ബി മെയ്ഡ് ഡയറക്ട്ലി ടു ദി പ്ലെയിൻറ്റിഫ്. പ്ലെയിൻറ്റിഫിന് എതിരെയാകണമെന്നില്ല. ഇറ്റ് നീഡ് നോട്ട് ബി ഡയറക്ട്ലി ടു ദി പ്ലെയിൻറ്റിഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു മിസ്റെപ്രസെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ലീഗൽ റൂൾസൊക്കെ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഇഫക്റ്റ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ. നമ്മൾ ഇതിൻ്റെ എല്ലാം ഇപ്പം കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ദെൻ അഗെയിൻ ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്, ഈ 5 കാര്യങ്ങളും മേക്സ് എ കോൺട്രാക്റ്റ് എന്താണ് വോയിഡബിൾ. ഇതൊന്നും വോയിഡാക്കി മാറ്റാനുള്ള ഒരു റീസൺ അല്ല. ഇപ്പം മിസ്റെപ്രസെൻറ്റേഷൻ മേക്സ് എ കോൺട്രാക്റ്റ് വോയിഡബിൾ. അതാണ് അതിൻ്റെ ഇഫക്റ്റ്. ഇഫക്റ്റ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ. മിസ്റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഇറ്റ് മേക്സ് ദി കോൺട്രാക്ട് വോയിഡബിൾ at the option of the party whose consent is obtained by misrepresentation. Misrepresentation makes a contract voidable at the option of the party whose consent is obtained by means of misrepresentation. ആരുടെ കൺസെൻ്റ് ആണോ മിസ്റെപ്രസെൻറ്റേഷനിലൂടെ ഒബ്റ്റെയിൻ ചെയ്തിരുന്നത് അയാൾക്ക് അത് വാലിഡോ വോയിഡോ ആക്കാം. വോയിഡബിൾ കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് വിച്ച് ക്യാൻ ബി മെയ്ഡ് വാലിഡ് ഓർ വോയിഡ് by one of the parties to the contract, not by the other or others. The one of the parties contract അത് പറയുന്നത് whose consent is not free. ഇപ്പോൾ കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന മിസ്റെപ്രസെൻറ്റേഷനിലൂടെ ആണെങ്കിൽ that party's consent is not free, so he can make the contract voidable. The effect of misrepresentation, it makes a contract voidable. ഇനി what are the remedies available on account of misrepresentation? ഒരു മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്തൊക്കെ റെമഡീസ് ആണുള്ളത്? 1. The aggrieved party has the following remedies. He can avoid or rescind the contract. അത് വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ എല്ലാം കേസ് അതാണ്. ഇൻ കേസ് ഓഫ് എ വോയിഡബിൾ കോൺട്രാക്ട്, ദി അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ റെസിൻഡ് ഓർ അവോയ്ഡ് ദി കോൺട്രാക്ട്. ദെൻ ഹി ക്യാൻ അക്സെപ്റ്റ് ദി കോൺട്രാക്ട്. ഇതും he can accept the contract but insist that he shall be placed in a position in which he would have been if the representation made had been true. നമ്മളാ മിസ്റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിലും ഇതാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം, പക്ഷേ he can insist that he shall be put in a position if the representation was correct. ഇത് 2 റെമഡിയാണുള്ളത്. ഒന്നെങ്കിൽ കോൺട്രാക്റ്റ് ഉപേക്ഷിക്കാം, അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹി ക്യാൻ ഇൻസിസ്റ്റ് ഓൺ ദി പെർഫോമൻസ്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഈ റെപ്രസെൻറ്റേഷൻ കറക്റ്റ് ആയിരുന്നെങ്കിൽ ഇയാളുടെ പൊസിഷൻ എന്തായിരിക്കുമോ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഈ കോൺട്രാക്റ്റായിട്ട് മുന്നോട്ട് പോകാം. ഈ 2 റെമഡിയാണ് മിസ്റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിൽ അഗ്രീവ്ഡ് പാർട്ടിക്കുള്ളത്. Now, difference between fraud and misrepresentation. അപ്പം അതും പ്രധാനമായിട്ട് 5-6 ഡിഫറൻസ് വരുന്നുണ്ട്. പ്രധാന ഡിഫറൻസ് എന്താ? ഫ്രോഡ് ഈസ് ഇൻറ്റൻഷണൽ, മിസ്റെപ്രസെൻറ്റേഷൻ ഈസ് അൺഇൻറ്റൻഷണൽ. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. 2 കാര്യത്തിലും ബാക്കി എല്ലാ കാര്യങ്ങളും സംവാദ് സെയിം ആണ്. ഫ്രോഡ് ഈസ് ഇൻറ്റൻഷണൽ ഓർ വിൽഫുൾ റോങ്. ഇൻറ്റൻഷണൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റായ പ്രവൃത്തിയാണ്. മിസ്റെപ്രസെൻറ്റേഷൻ ഈസ് ആൻ ഇന്നസെൻറ്റ് റോങ്. അപ്പോൾ അറിയാതെ ഒരു തെറ്റ് ചെയ്യുന്നു. ഫ്രോഡ് എന്താ? വിൽഫുൾ ആണ്, ഇൻറ്റൻഷണൽ ആണ്, അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ കബളിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കാര്യം തെറ്റായിട്ട് അവതരിപ്പിക്കുന്നു. മിസ്റെപ്രസെൻറ്റേഷൻ്റെ അകത്ത് അതില്ല, അറിയാതെ ഒരു കാര്യം തെറ്റായിട്ട് അവതരിപ്പിച്ചു, ഇൻറ്റൻഷനൽ അല്ല, ആരെയും കബളിപ്പിക്കാൻ വേണ്ടിയല്ല. സെക്കൻഡ് ഈസ് ദി പേഴ്സൺ മേക്കിംഗ് ദി ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഡസ് നോട്ട് ബിലീവ് ഇറ്റ് ടു ബി ട്രൂ. രണ്ടാമത്തെ കേസ് എന്താ? ദി പേഴ്സൺ മേക്കിംഗ് ദി ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവതരിപ്പിക്കുന്നയാൾ ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരാളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നയാൾക്കറിയാം ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റാണിത്. അതേസമയം മിസ്റെപ്രസെൻറ്റേഷൻ്റെ അകത്ത് ദർ ഈസ് നോ ഇൻറ്റൻഷൻ ടു ഡിസീവ് ദി അതർ പാർട്ടി. The person making the false statement believes it to be true.
Then the third one is there is intention to deceive the other party. Fraud ആണെങ്കിൽ എന്താ? There is always an intention to deceive the other party. But in case of misrepresentation, there is no such intention. മറ്റൊരാളെ കബളിപ്പിക്കാനുള്ള ഉദ്ദേശമില്ല. In case of fraud, the aggrieved party can rescind the contract and claim damages from the other party. Fraud ആണെങ്കിൽ എന്താ? The aggrieved party can rescind the contract and claim damages. Contract ഉപേക്ഷിക്കുകയും അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുകയും നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യുകയും ചെയ്യാം in case of fraud. But in case of misrepresentation, the aggrieved party can only rescind the contract. He cannot claim damages. Then, where there is active concealment, the contract is voidable even though the aggrieved party had the means of discovering the truth. Where there is active concealment, in case of fraud, where there is active concealment of fact. ഫ്രോഡ് എങ്ങനെയാണ് സംഭവിച്ചത്? അറിഞ്ഞുകൊണ്ട് തന്നെ ഫാക്റ്റ് മറച്ചു വെച്ചു. ഇനി അതർ പാർട്ടി ക്യാൻ ഹാവ് ദി മീൻസ് ടു ഫൈൻഡ് ഔട്ട് ദി ട്രൂത്ത്. അഗ്രീവ്ഡ് പാർട്ടിക്ക് സത്യാവസ്ഥ അറിയാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും എന്താണ്? മീൻസ് ഡിസ്കവറിങ് ദി ട്രൂത്ത്. ദെൻ ഇവിടെയും കോൺട്രാക്ട് വോയിഡബിൾ ആണ്. ഫ്രോഡിൻ്റെ കാര്യത്തിൽ അഗ്രീവ്ഡ് പാർട്ടിക്ക് അറിയാമായിരുന്നു ഇയാൾ തെറ്റായിട്ടൊരു കാര്യം അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ പോലും ഫ്രോഡ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് വോയിഡബിൾ ആയിരിക്കും. അതേസമയം മിസ്റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിൽ ദി അഗ്രീവ്ഡ് പാർട്ടി കനോട്ട് അവോയ്ഡ് ദി കോൺട്രാക്ട് ഇഫ് യു ഹാഡ് മീൻസ് ടു ഡിസ്കവർ ദി ട്രൂത്ത്. മിസ്റെപ്രസെൻറ്റേഷൻ്റെ അകത്ത് എന്താ? അഗ്രീവ്ഡ് പാർട്ടിക്ക് സത്യം അറിയാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അയാൾ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഹി കനോട്ട് അവോയ്ഡ് ദി കോൺട്രാക്ട്. മിസ്റെപ്രസെൻറ്റേഷൻ്റെ അകത്ത് അങ്ങനെയാണ്. അഗ്രീവ്ഡ് പാർട്ടിക്ക് സത്യാവസ്ഥ അറിയാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അഗ്രീവ്ഡ് പാർട്ടി കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഹി കനോട്ട് അവോയ്ഡ് ദി കോൺട്രാക്ട്. ദെൻ ഫ്രോഡ് ഈസ് ടോട്ട് സിവിൽ റോങ്, മിസ്റെപ്രസെൻറ്റേഷൻ ഈസ് നോട്ട് ടോട്ട്. ഫ്രോഡ് ടോട്ടാണ്, സിവിൽ റോങ് ആണ്. മിസ്റെപ്രസെൻറ്റേഷൻ ടോട്ടല്ല, സിവിൽ റോങ് അല്ല. അപ്പോൾ ഇവിടെ ഒരു 6 ഡിഫറൻസസ് ആണ് തന്നിരിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രോഡ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ. ദെൻ 5th പോയിന്റ് ഈസ് മിസ്റ്റേക്ക്. ഒരു മിസ്റ്റേക്ക് ഉണ്ടാകുന്ന എന്തൊക്കെയാണ്? 5th പോയിന്റ് മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ? കൺസെൻറ്റ് ഈസ് നോട്ട് ഫ്രീ. കൺസെൻറ്റ് ഫ്രീ അല്ലാതായിട്ട് മാറുന്നു. Consent is said to be free if it is not obtained by coercion, then fraud, undue influence, misrepresentation or mistake. Mistake is the last point at mistake. Mistake and the term mistake may be defined as incorrect belief about something. Incorrect belief അല്ലെങ്കിൽ ഒരു erroneous belief ആണ്, തെറ്റായ വിശ്വാസം. എന്തിനെക്കുറിച്ചെങ്കിലുമുള്ള തെറ്റായ ഒരു വിശ്വാസമാണ് മിസ്റ്റേക്കായിട്ട് വരുന്നത്. ഈസ് ഇൻഫാക്ട് ആൻ ഇൻകറക്റ്റ് ബിലീഫ് വിച്ച് ലീഡ്സ് വൺ പാർട്ടി ടു മിസ്അണ്ടർസ്റ്റാൻഡ് ദി അതർ. അപ്പം ഒരു തെറ്റായ വിശ്വാസം കൊണ്ട് ഒരാൾ മറ്റൊരാൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഒരു എറേനിയസ് ബിലീഫാണ്, തെറ്റായൊരു വിശ്വാസമാണ് മിസ്റ്റേക്ക്. ദെൻ ടൈപ്സ് ഓഫ് മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കാം. എന്തൊക്കെയാണ് മിസ്റ്റേക്ക് സംഭവിക്കാവുന്നത്? ടൈപ്സ് ഓഫ് മിസ്റ്റേക്ക്. Mistake may be classified as mistake of fact, mistake of law. രണ്ട് കാര്യങ്ങളാണ് mistake of fact, mistake of law. In case of mistake of fact, that is bilateral mistake of fact and unilateral mistake of fact ഉണ്ട്. ബൈലാട്രൽ, രണ്ട് പാർട്ടിക്കാർക്കും തെറ്റ് സംഭവിക്കുന്നു. ബൈലാട്രൽ. അപ്പം the term bilateral mistake may be defined as a mistake in which both the parties to an agreement are confused about the facts which are essential to the agreement. Both parties are confused about the facts which are essential to the contract. കോൺട്രാക്റ്റിന് മാറ്റി നിർത്താനാവാത്ത കാര്യങ്ങളെക്കുറിച്ച് കോൺട്രാക്റ്റിലെ രണ്ട് പാർട്ടിക്കാർക്കും പ്രോമിസിക്കും കൺഫ്യൂഷനാണ്. രണ്ടു കൂട്ടർക്കും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് അമൗണ്ട്സ് ടു ബൈലാട്രൽ മിസ്റ്റേക്ക്. ദെൻ
എസെൻഷ്യൽസ് ഓഫ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ എസെൻഷ്യൽസ് അവിടെ ഉണ്ടായിരിക്കണം? മിസ്റ്റേക്ക് മസ്റ്റ് ബി കമ്മിറ്റഡ് ബൈ ബോത്ത് ദി പാർട്ടീസ്. ഒരു ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ടാകണമെങ്കിൽ മിസ്റ്റേക്ക് മസ്റ്റ് ബി കമ്മിറ്റഡ് ബൈ ബോത്ത് ദി പാർട്ടീസ്. അപ്പം രണ്ട് പാർട്ടിക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കണം. ബോത്ത് ദി പാർട്ടീസ് ഷുഡ് ബി കൺഫ്യൂസ്ഡ് അബൌട്ട് മെറ്റീരിയൽ ഫാക്ട്സ്. എങ്കിൽ മാത്രമേ ഒരു ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ടാകുന്നുള്ളൂ. സെക്കൻഡ്ലി, ദി മിസ്റ്റേക്ക് മസ്റ്റ് ബി അബൌട്ട് ദി എസെൻഷ്യൽ ഫാക്ട് ഓഫ് ദി എഗ്രിമെൻറ്റ്. എന്താ മിസ്റ്റേക്ക് ഒരു എസെൻഷ്യൽ ഫാക്റ്റ് ആയിരിക്കണം. ഈ ഒരു ഫാക്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത് കൊണ്ട് ആ കോൺട്രാക്റ്റിൻ്റെ മെയിൻ പർപ്പസ് അവിടെ തെറ്റിപ്പോകുന്നു. ഇതാണ് ദി മിസ്റ്റേക്ക് മസ്റ്റ് ബി അബൌട്ട് ദി എസെൻഷ്യൽ ഫാക്ട് ഓഫ് ദി എഗ്രിമെൻറ്റ്. ദെൻ തേർഡ്ലി, ദി മിസ്റ്റേക്ക് മസ്റ്റ് ബി അബൌട്ട് എക്സിസ്റ്റിംഗ് ഫാക്ട്സ്. നിലവിലുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ബൈലാറ്ററൽ മിസ്റ്റേക്കിൻ്റെ എസെൻഷ്യൽസ് ആണ്. ഫസ്റ്റ്ലി, മിസ്റ്റേക്ക് മസ്റ്റ് ബി കമ്മിറ്റഡ് ബൈ ബോത്ത് പാർട്ടീസ്. സെക്കൻഡ്ലി, ദി മിസ്റ്റേക്ക് മസ്റ്റ് ബി അബൌട്ട് ദി എസെൻഷ്യൽ ഫാക്ട് ഓഫ് ദി എഗ്രിമെൻറ്റ്. ദെൻ തേർഡ്ലി, മിസ്റ്റേക്ക് മസ്റ്റ് ബി അബൌട്ട് എക്സിസ്റ്റിംഗ് ഫാക്ട്സ്. നിലവിലുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം. ദെൻ ടൈപ്സ് ഓഫ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. ഒന്നാമത്തെ എന്താ? മിസ്റ്റേക്ക് അബൌട്ട് സബ്ജക്റ്റ് മാറ്റർ. ആ എഗ്രിമെൻ്റ് സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് തെറ്റ് സംഭവിക്കാം, മിസ്റ്റേക്ക് സംഭവിക്കാം. സെക്കൻഡ്ലി, മിസ്റ്റേക്ക് അബൌട്ട് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഈ രണ്ട് കാര്യങ്ങളാണ്. മിസ്റ്റേക്ക് അബൌട്ട് സബ്ജക്റ്റ് മാറ്റർ, അതും നമ്മൾ ബൈലാറ്ററൽ മിസ്റ്റേക്ക് അബൌട്ട് സബ്ജക്റ്റ് മാറ്റർ ആണ്. അപ്പം ബൈലാറ്ററൽ മിസ്റ്റേക്ക് അബൌട്ട് സബ്ജക്റ്റ് മാറ്റർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് എന്താ? ദാറ്റ് എഗ്രിമെൻ്റ് ഓർ കോൺട്രാക്ട് ഈസ് വോയിഡ്. ഒരു കോൺട്രാക്റ്റിലെ രണ്ട് പാർട്ടിക്കാർക്കും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ബൈലാറ്ററൽ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ദാറ്റ് കോൺട്രാക്ട് ഈസ് വോയിഡ്. അത് വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറും. വോയിഡബിൾ അല്ല, വോയിഡാണ്. ആ കോൺട്രാക്റ്റിന് ഇഫക്റ്റ് ഇല്ലാതെ മാറുന്നു. ദെൻ ഫോളോയിങ് ആർ ദി മിസ്റ്റേക്സ് അബൌട്ട് സബ്ജക്റ്റ് മാറ്റർ. അതുപോലെ എന്താ? ബൈലാറ്ററൽ മിസ്റ്റേക്ക് അബൌട്ട് ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് എ കോൺട്രാക്ട് മേക്സ് ദി കോൺട്രാക്ട് വോയിഡ് അല്ലെങ്കിൽ റെൻഡേഴ്സ് ദി കോൺട്രാക്ട് വോയിഡ്. ഇനി എന്തൊക്കെയാണ് നമുക്കൊരു ബൈലാറ്ററൽ മിസ്റ്റേക്ക് അബൌട്ട് ദി സബ്ജക്റ്റ് മാറ്റർ വരുന്നത്? മിസ്റ്റേക്ക് അബൌട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ സബ്ജക്റ്റ് മാറ്ററിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച്, സബ്ജക്റ്റ് മാറ്റർ നിലവിലുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് തെറ്റുപറ്റി. രണ്ട് പാർട്ടിക്കാരും ഒരു വസ്തു നിലവിലുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. പക്ഷെ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് ആക്ച്വലി ദി സബ്ജക്റ്റ് മാറ്റർ വാസ് നോട്ട് ഇൻ എക്സിസ്റ്റൻസ്. When both parties believe the subject matter of the agreement to be in existence at the time of the agreement, which in fact is not in existence, then the agreement is void. ആ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടപ്പോൾ എന്താ? പാർട്ടിക്കാരുടെ വിശ്വാസം അതിന് സബ്ജക്റ്റ് മാറ്റർ നിലവിലുണ്ട് എന്നാണ്. സത്യത്തിൽ ആ സബ്ജക്റ്റ് മാറ്റർ അപ്പോൾ ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ? ആ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് വോയിഡായിട്ട് മാറും. നമ്മളൊരു എക്സാമ്പിൾ എന്താ? A agrees to sell his horse to B. A അയാളുടെ ഹോഴ്സ് ബിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. But at the time of entering into the contract, unfortunately, the horse was dead. ഈ കുതിര ചത്തുപോയി എന്നുള്ള കാര്യം എയ്ക്കും ബിക്കും അറിയത്തില്ല. അറിയാതെയാണ്. അപ്പം കുതിര ചത്തുപോയി എന്നുള്ള കാര്യം അല്ലെങ്കിൽ കുതിര നിലവിലില്ല എന്നുള്ള കാര്യം അറിയാതെയാണ് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അവിടെ എന്താ? ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. രണ്ട് പാർട്ടിക്കാർക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു. ഈ മിസ്റ്റേക്ക് എന്താ? മിസ്റ്റേക്ക് അബൌട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. അങ്ങനൊരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ദാറ്റ് എഗ്രിമെൻ്റ് ഓർ ദാറ്റ് കോൺട്രാക്ട് ഈസ് വോയിഡ്. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ദെൻ സെക്കൻഡ്ലി, മിസ്റ്റേക്ക് അബൌട്ട് ദി ടൈറ്റിൽ ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് തെറ്റ് സംഭവിച്ചു. മിസ്റ്റേക്ക് അബൌട്ട് ദി ടൈറ്റിൽ ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. അപ്പം അതിന് നമുക്കെന്താ? അപ്പം A agrees to lease his fishery to B. A അയാളുടെ ഫിഷറി ബിക്ക് ലീസിന് കൊടുക്കാമെന്ന് സംഭവിച്ചു. ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. പക്ഷെ എന്താ? ഈ സമയത്ത് ഈ ഫിഷറി ബിയുടേതായിരുന്നു. ഇപ്പം ബിയുടേതായിരിക്കുന്നൊരു ഫിഷറി അയാൾക്ക് വീണ്ടും എന്ന് ലീസിന് എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്? അവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നു. മിസ്റ്റേക്ക് അബൌട്ട് ദി ടൈറ്റിൽ ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. ഇതും എന്താണ്? ബൈലാറ്ററൽ മിസ്റ്റേക്ക് അബൌട്ട് ദി സബ്ജക്റ്റ് മാറ്റർ ആണ്. Bilateral mistake about the subject matter. Bilateral mistake about the subject matter renders the agreement or contract void. Then മൂന്നാമത്,
Mistake about the quality of the subject matter. ഇവിടെ എല്ലാം നമ്മൾ എന്താ makes the contract void. So if the subject matter is something essentially different from the parties thought it to be, the agreement is void. So if there is any mistake about the quality of the subject matter, then that contract is void. Void ആണെന്ന് ഓർത്തിരിക്കുക. Next, mistake about the quantity of the subject matter. If there is any mistake about the quantity of the subject matter, then that agreement or contract is void. Mistake about the quality of the subject matter, contract is void. Mistake about the quantity of subject matter, contract is void. Mistake about the existence of subject matter, contract is void. Then mistake about the title of the subject matter, അതും contract void ആക്കി മാറ്റുന്നു. അപ്പം fourth point ആണ് mistake about the quantity of the subject matter. Then again, mistake about the price of the subject matter. സബ്ജക്റ്റ് മാറ്ററിൻ്റെ വിലയ്ക്ക് രണ്ട് പാർട്ടിക്കാർക്കും തെറ്റ് സംഭവിച്ചു. അപ്പം എ ഓഫേഴ്സ് ടു സെൽ ഹിസ് കൗ ടു ബി ഫോർ കൗ ടു ബി. എ അയാളുടെ പശുവിനെ ബിക്ക് വിൽക്കാമെന്ന് ഒരു ഓഫർ കൊടുത്തു. ബി എന്താ, ബിയുടെ മനസ്സിലുണ്ടായിരുന്ന ഈ പശുവിന് 5,000 രൂപ കൊടുക്കാമെന്നാണ്. ബൈ മിസ്റ്റേക്ക് ഹി മെയ്ഡ് ആൻ ഓഫർ ടു ബൈ ദാറ്റ് 6,000. അപ്പം 6,000 രൂപയ്ക്ക് ഇത് വാങ്ങാമെന്ന് സംഭവിക്കുന്നു. അപ്പം മിസ്റ്റേക്ക് അബൌട്ട് ദി പ്രൈസ് ഓഫ് ദി സബ്ജക്ട് മാറ്റർ. ഈ ബോത്ത് ദി പാർട്ടീസ് ആർ അണ്ടർ മിസ്റ്റേക്ക് ആസ് ദി പ്രൈസ് ഓഫ് ദി സബ്ജക്ട് മാറ്റർ, ദെൻ ദി എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. അപ്പം രണ്ട് പാർട്ടിക്കാരും പ്രൈസിനെ കുറിച്ച് ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും വോയിഡാക്കി മാറ്റുന്നു. ദ മിസ്റ്റേക്ക് അബൌട്ട് ദി സബ്ജക്ട് മാറ്റർ, ദെൻ എഫക്ട്സ് ഓഫ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഒക്കെ നമ്മൾ ഓർത്തിരിക്കുക. ബൈലാറ്ററൽ മിസ്റ്റേക്ക് പ്രധാനമായിട്ടും എന്താ, അത് വോയിഡാക്കി മാറ്റുന്നു. പ്രധാനപ്പെട്ട ഇഫക്റ്റ് അതേ ഉള്ളൂ. ദെൻ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്താണ്, യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. രണ്ട് തരത്തിലുണ്ട് നമ്മൾ പറഞ്ഞു, ബൈലാറ്ററലും യൂണിലാറ്ററലും. ദെൻ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ഉണ്ട്, മിസ്റ്റേക്ക് അബൌട്ട് ദി സബ്ജക്ട് മാറ്റർ വരുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. യൂണിലാറ്ററൽ, ഒരാൾക്ക് മാത്രം സംഭവിക്കുന്നത്. The term unilateral mistake may be defined as a mistake in which only one of the parties to an agreement. In case of bilateral mistake, both the parties to an agreement is confused about the facts. In case of bilateral mistake, both the parties to an agreement is confused about the facts. But in case of unilateral, only one of the parties to an agreement is confused about the facts which are essential to the agreement. ഒരു എഗ്രിമെന്റിലെ രണ്ട് പാർട്ടിക്കാരിൽ ഒരാൾക്ക് മാത്രമാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതെങ്കിൽ അതെന്താണ്, ഒരു യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആണ്. So if there is a mistake on the part of one of the party alone, മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത് ഒരാൾക്ക് മാത്രമാണ്. ദി അതർ പാർട്ടി ഡസ് നോട്ട് നോ ഓഫ് ദി മിസ്റ്റേക്ക്. ഇനി അടുത്ത ആൾക്ക് എന്താ ഈ മിസ്റ്റേക്കിനെ കുറിച്ച് അറിവില്ല. It is called unilateral mistake. Then when a mistake of fact happened to only one of the parties to an agreement, that is a unilateral mistake. When mistake happens to both the parties, that is bilateral mistake. Then effects of unilateral mistake. Unilateral mistake in the unilateral mistake സംഭവിച്ചു കഴിഞ്ഞാലും അതെന്താണ്, unilateral mistake സംഭവിച്ചു കഴിഞ്ഞാൽ that agreement or that contract remains valid. അത് void or voidable അല്ല. In case of unilateral mistake, then that contract remains valid. അത് സെക്ഷൻ 22 പറയുന്നുണ്ട്, a contract is not voidable merely because it was caused by one of the parties to it being under a mistake as to the matter of fact. സെക്ഷൻ 22 വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആണെങ്കിൽ ഒരു എഗ്രിമെന്റിലെ രണ്ട് പാർട്ടിക്കാരിൽ ഒരാൾക്ക് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനാൽ തന്നെ ആ കോൺട്രാക്ട് ഒരിക്കലും വോയിഡബിൾ ആയി മാറുന്നില്ല. ദാറ്റ് കോൺട്രാക്ട് റിമെയിൻ വാലിഡ്, അത് വാലിഡ് തന്നെ ആയിരിക്കും. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ അവർ തന്നിരിക്കുന്നത്, എ ഓഫേഴ്സ് ടു സെൽ ഹിസ് കാർ ടു ബി. അപ്പം എ അയാളുടെ കാർ ബിക്ക് കൊടുക്കാമെന്നൊരു ഓഫർ കൊടുക്കുന്നു. ബി ഇൻറ്റൻഡിങ് ടു ഓഫർ റുപ്പീസ് 2 lakhs. ബി എന്താ,
ബി ഇൻറ്റൻഡിങ് ടു ഓഫർ റുപ്പീസ് 2 lakhs. ഇപ്പം ബിയുടെ ഇൻറ്റൻഷൻ 2 ലക്ഷം രൂപ ഇതിന് ഓഫർ ചെയ്യുക എന്നുള്ളതായിരുന്നു. ബിയുടെ മനസ്സിലുണ്ടായിരുന്ന 2 ലക്ഷം രൂപ ഓഫർ കൊടുക്കുക. ബി ഇൻറ്റൻഡിങ് ടു ഓഫർ റുപ്പീസ് 2 lakhs. ബൈ മിസ്റ്റേക്ക് ഓഫേഴ്സ് 3 lakhs. അപ്പം ബിയുടെ മനസ്സിലുണ്ടായിരുന്നത് 2 ലക്ഷം, പക്ഷേ ഓഫർ കൊടുത്തപ്പോൾ അത് 3 ലക്ഷമായി പോയി. Then which was accepted by A. Afterwards B cannot avoid the contract on the ground of mistake. ഉടനെ പിന്നീട് എനിക്ക് തെറ്റ് പറ്റി എന്നും പറഞ്ഞ ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ല. എ അയാളുടെ കാർ ബിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ബി അത് അക്സെപ്റ്റ് ചെയ്തപ്പോൾ ബിയുടെ മനസ്സിലുണ്ടായ 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങുക എന്നുള്ളതായിരുന്നു. ബട്ട് ബൈ മിസ്റ്റേക്ക് ഹി ഓഫേഴ്സ് ടു ബൈ ദി കാർ ഫോർ റുപ്പീസ് 3 lakhs. 3 ലക്ഷത്തിന് വാങ്ങിക്കോളാമെന്ന് എ അത് അക്സെപ്റ്റ് ചെയ്തു. പിന്നീട് ബിക്ക് ഈ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാൻ പറ്റുകയില്ല. കണ്ട് തെറ്റ് സംഭവിച്ചത് ബിക്ക് മാത്രമാണ്. ബിക്ക് തെറ്റ് സംഭവിച്ചു എന്നുള്ളത് ആ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടപ്പോൾ എയ്ക്ക് അറിയില്ലായിരുന്നു. ഒരു യൂണിലാറ്ററൽ മിസ്റ്റേക്കാണ്. ആ കോൺട്രാക്റ്റ് എന്താ? അത് വാലിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഓൾ അബൌട്ട് മിസ്റ്റേക്ക് ഓഫ് ലോ. നിയമത്തെ സംബന്ധിച്ചാണ് ഒരു തെറ്റ് സംഭവിക്കുന്നതെങ്കിൽ മിസ്റ്റേക്ക് ഓഫ് ലോ. അപ്പം മിസ്റ്റേക്ക് ഓഫ് ലോ 2 തരത്തിലുണ്ട്. മിസ്റ്റേക്ക് ഓഫ് ലോ ഓഫ് ദി ലാൻഡ്, ഇന്ത്യൻ ലോ, ഇന്ത്യൻ നിയമത്തെക്കുറിച്ചാണ് തെറ്റ് സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഇഫക്റ്റ്. ദെൻ മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ ആണെങ്കിൽ എന്താ? മിസ്റ്റേക്ക് ഓഫ് നമ്മൾ വിദേശ രാജ്യങ്ങളിലെ നിയമം ഇന്ത്യൻ പൗരന്മാരെല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ല. അതേസമയം ഇന്ത്യയിൽ നിലവിലുള്ള നിയമം ഇന്ത്യൻ പൗരന്മാരെല്ലാം അറിഞ്ഞിരിക്കണമെന്നുണ്ട്. ദി മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ ഡസ് നോട്ട് റെൻഡർ ദി എഗ്രിമെന്റ് വോയിഡ്. ഇന്ത്യയിലെ നിയമത്തെക്കുറിച്ചൊരു അറിവില്ലായ്മയാണെങ്കിൽ ആ അറിവില്ലായ്മ കൊണ്ട് ഒരു കോൺട്രാക്റ്റ് വോയിഡായി മാറില്ല. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദി വെൽ എസ്റ്റാബ്ലിഷ്ഡ് റൂൾ ignorance of law is no excuse. നിയമം അറിയില്ല എന്നുള്ളത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. ഒരു രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന പൗരന്മാർ ആ രാജ്യത്തിൻ്റെതായ നിയമങ്ങളെല്ലാം തന്നെ നിയമം അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു എക്സ്ക്യൂസ് ആകുന്നില്ല. എവരിവൺ ഈസ് presumed to have knowledge of the law of the land. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ അറിയാമെന്നുള്ളൊരു അസംഷനാണ്. അത് അറിഞ്ഞിരിക്കണം. അറിവില്ല എന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും ഒരു എക്സ്ക്യൂസ് കിട്ടില്ല. He cannot get any relief on the ground that he had done a particular act in ignorance of law. അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് എക്സ്ക്യൂസ് കിട്ടില്ല. Thus mistake of Indian law does not affect the validity of the agreement. അത് ഓർത്തിരിക്കുക. Mistake relating to an Indian law does not make the validity of the contract. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇപ്പം നമ്മളെന്താ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു. ഇപ്പം എ അഗ്രീസ് ടു സെൽ സം സിമെൻറ്റ് ടു ബി. സിമെൻറ്റ് വിൽക്കാനുള്ള എഗ്രിമെൻ്റ് ആണ്. പിന്നീടാണ് മനസ്സിലാകുന്ന സിമെൻറ്റ് വിറ്റ് കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണമെന്ന്. ഈ ടാക്സ് കൊടുക്കണമെന്നാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായതെന്നൊരു കാരണം പറഞ്ഞെന്താ ആ കോൺട്രാക്റ്റ് ഒന്നും മാറാൻ പറ്റുകയില്ല. കാരണം ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ വിൽപ്പനയുടെ മേൽ ടാക്സ് കൊടുക്കണം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു ഇഗ്നറൻസ് ഒരിക്കലും കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാനുള്ള ഒരു റീസണായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതേസമയം മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ, മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ? മ്യൂച്വൽ മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ റെൻഡേഴ്സ് ദി എഗ്രിമെന്റ് വോയിഡ്. ഫോറിൻ ലോയെ സംബന്ധിച്ചാണ് ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നതെങ്കിൽ അത് ആ എഗ്രിമെന്റ് വോയിഡ് ആക്കി മാറ്റും. മ്യൂച്വൽ മിസ്റ്റേക്ക് സംഭവിച്ചു, 2 പാർട്ടിക്കാർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ദാറ്റ് റെൻഡേഴ്സ് ദി എഗ്രിമെന്റ് വോയിഡ്.